ഇനി ഒരാൾക്ക് കാരണ ഇന്നിട്ട ഇല്ലാണ്ടമ നോമ്പ് കലായിടും. ಅಂಕ್ ಕಾರಣ ಇಲ್ಲಾತ ಆಳುಂಟಾയെങ്കിൽ ಬೇಗ ಬಿಟ್ಟೋನು, ಕಾರಣ ಇಲ್ಲ ആളുണ്ടായെങ്കിൽ പണ്ട് റമദാൻ പണ്ടേക്ക് മുന്നോട്ട് ಬಿಟ್ಟോನು. പക്ഷെ ഒരാൾ എന്താക്കിത്ത് കഴിഞ്ഞ വർഷ ഒരു 10 നോമ്പ് വിട്ടു, അതിലെന്താക്കിട്ടില്ലേ ഇപ്പൊ ഈ വർഷത്തെ നോമ്പ് പണ്ടേക്ക് മുന്നോട്ട് ബീട്ടിട്ടില്ല. ബീട്ടിട്ടില്ലെങ്കിൽ എത്ര നോമ്പ് അയാൾക്ക് ബാക്കിയായിരുന്നു? ആ ബാക്കിയായ എത്ര നോമ്പിടും ഇടയ്ക്കൊരു റമദാൻ ബന്നെങ്കിൽ എന്തിനാക്കണം? ഇപ്പൊ നാളെക്കാലി റമദാൻ ബന്ത്, ഇനി വീട്ടൊക്കെ നേരല്ലേ, ഇനി റമദാൻ കഴിഞ്ഞിട്ട് വീട്ടുണത്തരി എന്തെങ്കിലും അതിലെന്താക്കണു? ഒരു നോമ്പുകു ഇടയ്ക്ക് ഒരു റമദാൻ ബന്നേക്ക് എത്ര നോമ്പ് ബാക്കിയായി? 10 നോമ്പ് ബാക്കിയായില്ലെങ്കിൽ ഒരു നോമ്പുകു ഒരു മുദ്ദ് പോലെ 10 നോമ്പുകു 10 മുദ്ദ് അരി കൊടുക്കണം. 10 മുദ്ദ് അരി കൊടുക്കണം. 10 നോമ്പ് ഒരു ഇനി ഒരു പെണ്ണിങ്ങു 10 വർഷം മുന്നൂറും അയിമ ഒരു 10 നോമ്പ് വിട്ടു. ഇടയ്ക്ക് 10 റമദാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നോമ്പുക്ക് 10 മുദ്ദ് പോലെ അയിമ കൊടുക്കണം അവിടെ ഫിദിയ. അപ്പൊ 10 നോമ്പ് പോയിട്ട് 100 മുദ്ദ് കൊടുക്കണം. ഒരു നോമ്പുക്ക് 10 മുദ്ദ്. ഇനി അത് മാത്രല്ല അയിമ 2 നോമ്പ് വിട്ടു എന്ത് കണ്ടു നോക്കണം? 10 വർഷം മുന്നോട് അയിമ 10 നോമ്പ് വിട്ടല്ലേ, അത് എന്ത് കണ്ടു നോക്കണം? അത് മുല കുടിക്കുന്ന കിടാവുക്ക് ബുദ്ധിമുട്ടാവുകൊണ്ട് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അയിമപ്പ കറുപ്പും ചിന്ത് ബാത്തിൽ നിന്ന് കിടാവുക്ക് പേടിച്ചിട്ട് അയിമ 2 നോമ്പ് വിട്ടുണ്ടെങ്കിൽ 10 നോമ്പ് വിട്ടുറോ അത് കിടാവുക്ക് പേടിച്ചിട്ട് എങ്കില് ആ ബജൽ ഒരു 10 മുദ്ദ് കൊടുക്കണം. കിടാവുക്ക് പേടിച്ചിട്ട് നോമ്പ് വിട്ടേക്ക് ഒരു നോമ്പുക്ക് ഒരു മുദ്ദ് പോലെ 10 നോമ്പുക്ക് 10 മുദ്ദ് കൊടുക്കണം. പാടെ ഇടയ്ക്കിപ്പ 10 റമദാൻ ബന്നേക്കായിട്ട് എന്താക്കണു? ഒരു നോമ്പുക്ക് 10 മുദ്ദ് പോലെ, അപ്പൊ 1 + 10 പോണുന്നു. ഒരു നോമ്പുക്ക് പോണുന്നു മുദ്ദ് പോലെ 10 നോമ്പുക്ക് 110 മുദ്ദ് കൊടുക്കണാവും.